ഹലോ, നിങ്ങളിവിടെ എന്നാ പണിയാന്നേ? ഞങ്ങളിവിടെ മണ്ണിടുവാ സാറേ. ആ ആ ആ മണ്ണിടും പരിപാടിയൊക്കെയാണ്. ആ ഇങ്ങനെയാണ് മണ്ണിടുന്നത്. ആ ഇത് ആരുടെയാ? സ്ഥലം ആരുടെയാ? സ്ഥലം മറ്റേ പോലീസുകാരുടെയാ. ആ, അപ്പോൾ അവരാരും വരില്ല നിങ്ങൾ മണ്ണിടുമ്പോൾ? ഇല്ല, ആരും പറ്റില്ല. നമ്മൾ തന്നെ എല്ലാം ചെയ്ത് കൊടുക്കുക. ആ ആ ആ ഇത് എങ്ങനെ, ഉടമ്പടിയാണോ തച്ചാണോ? ഉടമ്പടിയും ചെയ്യും, തച്ചുപണിയും ചെയ്യും, ആ ഉടമ്പടി ആ തച്ചും ചെയ്യും. ആ അപ്പോൾ ഇത് തച്ചാണോ ഉടമ്പടിയാണോ? ഇത് ഉടമ്പടി പണി. ആ ആ എല്ലാം വൃത്തിക്ക് ചെയ്ത് കൊടുക്കും നമ്മൾ. ആ ഇതെങ്ങനെയാണ്, ഒരു ചെടിക്ക് പൈസയാണോ? ആ അതെ, മൊത്തം കോൺട്രാക്ട് ഒരു ഏക്കർ. ആ ആ ഏക്കർ 35 ലക്ഷത്തിന് പിടിക്കുക ഞങ്ങള്. ആ നയിക്കുവാണെങ്കിൽ 40 വെച്ച്. ആ ആ ഇങ്ങനെയാണ് നമ്മുടെ പണി. ആ ചെയ്ത് കൊടുക്കും. ഇത് കായൊക്കെ കുറവാണല്ലോ? ആ, കായൊക്കെ എടുത്ത് പോയതാ. കായ എടുത്ത് പോയതാ അല്ലേ? സീസൺ ആകുമല്ലേ. ആ ആ അപ്പം ഇനി അടുത്ത സീസണിലാകുമ്പോഴത്തേക്കാ കായ ആവുള്ളൂ. സെൻട്രൽ ഭാഗത്ത് ലേശം തൂളി വിട്ടാൽ മതി. അങ്ങനെ ഒന്നും ചെയ്യണ്ട. അത് കേസേ ഉള്ളൂ. എങ്ങനെയാ മണ്ണിടണേ അല്ലേ? അത്ര കേസേ ഉള്ളൂ. ആ അപ്പം ഈ കുഴിക്കകത്തേക്ക് ഇനി ചപ്പൊന്നും ഇടണ്ട? ഒന്നും ചെയ്യണ്ട. ആ അത്രയും ചപ്പില്ലല്ലോ നമുക്ക്. ആ ആ ചപ്പ് കുറവല്ലേ. ആ ഇപ്പോൾ ഒരു ചെടി പരിപാടി ചെയ്തു. ആ ഇനിയിപ്പോൾ ഇതിൽ ഈ ഉണങ്ങി നിൽക്കണ ഇതൊക്കെ എപ്പോഴാണ് പറിക്കണേ? അതെ, അതിപ്പോൾ ഇനി വേനൽക്കാലല്ലേ. ആ വെട്ടി നിർത്തിയിടുക. ആ വളമിട്ടിട്ട് വളം ഒഴിക്കുക. അന്നോട്ട് കായ എടുക്കാം. ആ ഈ ഉണങ്ങിയതെല്ലാം ഇനി വെട്ടി നിരത്തി ചെടിയുടെ ഇടയ്ക്കോടെ ഇടും. ആ ആ എന്നാലേ നമുക്ക് ഈ നനവൊക്കെ നിൽക്കുള്ളൂ. ആ ആ വേനൊക്കെ നനയ്ക്കുമ്പോൾ അല്ലേ? അല്ലെങ്കിൽ ഇത് തറ മൊത്തം ഉണങ്ങി പോകില്ലേ. ആ ഈ നനവ് വേണം എപ്പോഴും. ആ ആ അപ്പം ഞാനും കൂടുക നിങ്ങളുടെ കൂടെ പണിയാൻ. അപ്പോൾ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം. തുണി മാറ്റി വന്നതല്ലേ, പണി അങ്ങ് നെറ്റായിട്ട് അങ്ങ് ചെയ്ത് വെക്കും. അതേ അങ്ങനെ കുഴിക്കകത്ത് വലിച്ചിട്ടിട്ട് നല്ല വൃത്തിക്ക്. ഇത് കണ്ടോ നമ്മൾ ചെയ്തേക്കുന്ന അത് കൂട്ട് ഇങ്ങനെ ചെയ്ത് പോയാൽ മതി. ആ ആ എല്ലാം വലിക്കണം, വൃത്തിയാക്കണം. ഫുള്ള് വൃത്തിയാക്കിയിട്ട് ചവിട്ടി ഒതുക്കണം. പുറത്തേക്ക് കാണാൻ പറ്റത്തില്ല. ആ എന്നാലേ നമുക്ക് ഒരു വൃത്തി കിട്ടുള്ളൂ. രണ്ടാമത് നമ്മൾ കവാത്ത് ചെയ്യുമ്പോൾ അല്ലെ സെൻറ്ററിൽ കൂടി ഇട്ടാൽ മതി. ഇപ്പം എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ ആ ഒതുക്കിക്കേ. ആ അങ്ങനെ ഒതുക്കിയിട്ട് മേളിലേക്ക് ഇച്ചിരി മണ്ണ് ഇടിയാൽ മതി. ആ അങ്ങനെ ഒതുക്കണം. ഐഡിയ പറഞ്ഞു തന്നടാ. ഇത് മൂടണം അല്ലേ? ഈ മണ്ണ് തന്നെ വെട്ടിയിട്ടാ പോരെ? അതെ, ചെടിയുടെ ചോട്ടിലുള്ള വേര് പോകാതെ വെട്ടിയിടണം. എത്ര മണി വരെയൊക്കെയാണ് പണിയണേ? ഞങ്ങൾ 1 മണി. 1 മണി വരെ ഉള്ളൂ. ആ തുമ്പ പണിയല്ലേ, അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റത്തില്ല. എല്ലായിടത്തും ഹിന്ദിക്കാരല്ലേ? ഹിന്ദിക്കാരൊക്കെ കൊണ്ട് പണിത് കഴിഞ്ഞാലേ നമ്മളെ പറമ്പ് മൊത്തം നശിപ്പിച്ച് കളയും.
ഹിന്ദിക്കാരെ കൊണ്ട് പണിയിപ്പിക്കുന്നത്. ഇത് മതിയോ? ആ ഇത് മതി മതി. ഈ ഒരെണ്ണം മുങ്ങിയിട്ടുണ്ട്. കുഴപ്പമില്ല അല്ലേ? അതെ കുഴപ്പമില്ല, അത്രയും മതി. ഇനി അടുത്ത് എങ്ങനെ ഇവിടെ പോയി കുത്തുവോ? ആ ഈ ചെടിക്ക് മണ്ണിടണ്ടേ? ചെടിക്ക് മണ്ണിടണോ, അതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട പരിപാടി. ചെടിക്കാണ് നമ്മൾ പണിയുന്നത്. ആ അങ്ങനെ. ഇതിലുള്ള എലിയോ? ആ അതൊക്കെ പൊക്കോളാം, അത് വളമായിട്ട് നിന്നോളും. ശകലം മാറ്റിയിട്ടേ. ഇച്ചിരി മണ്ണ് ഉള്ളിലിടണം അല്ലേ? ആ അങ്ങനെ. ഇച്ചിരി ഇട്ടേക്കാം. ആ അത്രേ ഉള്ളൂ. ആ നീ ഇങ്ങനെ അങ്ങ് പോയാൽ മതി. ഇത്രയും മതി അല്ലേ? അത്രയും മതി. ആ ഇവിടെ വേറെ ഒരുത്തൻ മണ്ണിടുന്നുണ്ട്, അവനോട് ചോദിക്കാം എങ്ങനെ വിശേഷം. ഇതന്നെ ഒരു കൈ കൊണ്ട് വെട്ടണേ? ആ ഹാ ആ ഒരു കൈ കൊണ്ടല്ലേ? ആ ഹാ ആ കാല് തന്നെ പറ്റിയതാ? അത് വണ്ടി ചെറുപ്പം പോലെ ഇങ്ങനെ ആയതാ. ആ ഹാ അത് പോളിയോ വല്ലതും വന്നാണോ? അങ്ങനെ വെച്ചിട്ട് ഞങ്ങൾ കൂലിപ്പണി ചെയ്താലേ ജീവിക്കാൻ പറ്റുള്ളൂ. ആ ഇങ്ങനെയൊക്കെ മണ്ണിടുക ആ അങ്ങനെയൊക്കെ ചെയ്തു ഒരു സബ്സ്റ്റേസ് ചെയ്ത് ആ ഞങ്ങളത് ഇതാക്കുക. ഞാൻ രണ്ട് കൈ കൊണ്ട് ഇട്ടിട്ട് അങ്ങനെ ശരിയാകുന്നില്ല. കേട്ടോ, ഞാനേ രണ്ട് കൈ കൊണ്ട് മണ്ണിട്ടിട്ടേ ശരിയാകുന്നില്ല. കൊള്ളാം. അപ്പോൾ ഇത് ഒരു കൈയുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ പണിയല്ലേ? ആ ഹാ ശരി ശരി. ഇതെന്താ ഒരു പാമ്പ് കുഞ്ഞാണോ എന്താണോ? ഇത് അതൊരു പാമ്പാ. പാമ്പ് കുഞ്ഞിനെ ഉറുമ്പ് കടിച്ചു, അതാ ചത്തുപോയതാണോ എന്നാന്നറിയില്ല. അപ്പോഴേ ചേട്ടാ പടുതാക്കുഴിക്കകത്ത് എന്നാ പണി? ഇതിനകത്ത് കുറച്ച് കട്ടലുണ്ട്, ആ പിന്നെ മുഷി കുറച്ച് കിടപ്പുണ്ട്. ആ ആഫ്രിക്കൻ മുഷി. ആ ആ പിന്നെ 2-3 സൈസ് മീനുണ്ട്. ആ മൊത്തം പുറത്തുനിന്ന് കൊണ്ടുവന്നു. ആ ആ അതിന് ഫീഡൊക്കെ കൊടുക്കണ്ടേ? ആ അപ്പോൾ എത്ര നാളായി ഈ മീൻ ഇട്ടിട്ട്? മീൻ ഇട്ടിട്ട് ഇപ്പോൾ 2 ആഴ്ച ആയി കഴിഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞല്ലേ? പിന്നെ കാണാൻ പറ്റുമോ? വെള്ളത്തിന് കളറേ ആ ആ ആ കാണാൻ പറ്റില്ല. ആ ആ ആ ആ ഇപ്പോൾ എന്താ ചാക്കിൻ്റെ പീസ് ഒരെണ്ണം കിടക്കണ എടുക്കാനാ? ആ അത് തീറ്റ വെച്ച് കൊടുക്കണാണോ അതിൽ? ആ ആ ഈ സാധാരണ മീൻ തീറ്റയല്ലേ വെച്ച് കൊടുക്കണേ? ആ അപ്പോൾ ഈ വെള്ളം നമ്മൾ ചെടിക്ക് നനയ്ക്കാനും എടുക്കാം അല്ലേ? ആ ആ ആ ആ ആ നിങ്ങൾ ഓർഗാനിക്കായിട്ടല്ലേ കൃഷി ചെയ്യണേ? ആ ആ വേറെ രാസവളമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചെടിയൊക്കെ ഇങ്ങനെ മഞ്ഞ കളറായിട്ട് ഇരിക്കണേ അല്ലേ? ആ എങ്ങനെ ചാണാൻ ഇത് കമ്പോസ്റ്റ് വല്ലതും സ്വന്തമായിട്ട് നിർമ്മിക്കുന്നുണ്ടോ? ആ ആ ആ ആ റെഡിയാക്കി പച്ചില ചാണാനും അതും ഇതൊക്കെ ഇട്ടിട്ടല്ലേ? അത് ഞാൻ കണ്ടു. ആ ആ ആ ആ ശരി. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇന്നത്തെ പണി കഴിഞ്ഞല്ലേ? ആ